ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, എന്താണ് ഈ വ്ളോഗ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 31 എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഈ പിറന്നാളിന് ഞാൻ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്താലോ എന്ന് വിചാരിച്ചു. അത് നമുക്കിപ്പോൾ ഒരു വ്ളോഗാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യാത്രയിൽ നമ്മൾ പോകുന്നത്. എല്ലാ പിറന്നാളിലും ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് ഇന്നെനിക്ക് പിറന്നാളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്നല്ല അവർ അറിയുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് ഗിഫ്റ്റൊന്നും എനിക്ക് വാങ്ങിത്തരാനൊന്നും പറ്റില്ല. അതിൻ്റെ പേരിൽ ഇത്തവണയെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു വ്ളോഗാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ യാത്ര. ഞാൻ വിചാരിച്ചത് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ഈ വ്ളോഗും മാറിയത്. ഞാൻ എന്താണോ പ്ലാൻ ചെയ്തത് അതിനൊട്ടും സാമ്യമില്ലാത്ത രീതിയിൽ മറ്റൊരു രീതിയിലാണ് ഈ വ്ളോഗ് അവസാനിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ജോസ് ആലുക്കാസ് എന്നാണ് ചെറിയൊരു ഗിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, ചെറിയൊരു റിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വ്ളോഗ് ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ പേരിൽ തന്നെ എൻ്റെ ഫേസ് ഒന്നും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒന്നല്ല. പെട്ടെന്നൊന്നും ആർക്കും എന്നെ തിരിച്ചറിയാനൊന്നും പറ്റിയിട്ടില്ല ഇതുവരെയും. പക്ഷേ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യാമറ ആയിട്ടൊക്കെ അല്ലേ പോകുന്നത്. അങ്ങനെ ക്യാമറ ആയിട്ടൊക്കെ പോയപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു ഇത് ആരാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിലെ ഒരു സ്റ്റാഫിന് എന്നെ മനസ്സിലായി ഇത് ഷമീസ് കിച്ചണിലെ ഷമിയാണെന്ന്. നമ്മുടെ ഫുൾ ജാർ സോഡയിൽ കണ്ടിട്ടുള്ള ആളാണ്, ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആളാണ്. പെട്ടെന്ന് എന്നെ മനസ്സിലായി ഷമീസ് കിച്ചൺ അല്ലേന്ന്. വലിയ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെയുള്ള എല്ലാവരും നമ്മളടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്, കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ വ്ളോഗ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഞങ്ങൾ അറിയിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്തായാലും ഇവിടെ ചെറിയൊരു വ്ളോഗ് ചെയ്യണേ. അപ്പോൾ ഇവിടുത്തെ ഒരു ഓഫറിനെയും ഡിസ്കൗണ്ടിനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളുടെ വ്യൂസിനെ അറിയിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അവിടെയുള്ള സ്റ്റാഫാണെന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അവിടെയുള്ള ഓഫറിൻ്റെ കാര്യങ്ങളും, പൊന്നും പുടവയെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫറുണ്ട്, അല്ലാതെ ഗോൾഡിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് തരണുണ്ട്, ഡയമണ്ടിനും ഡിസ്കൗണ്ട് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത് നിങ്ങളെ വ്യൂസിനെ ഒന്ന് അറിയിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ ഉടൻ തന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗോൾഡ് കളക്ഷൻസും ഡയമണ്ട് കളക്ഷൻസും ഒക്കെ എന്നെ കൊണ്ട് നടന്നവർ പറഞ്ഞ് കാണിച്ചു തന്നു. ഓരോ ഗോൾഡിനും ഓരോ പേരും ഒരുപാട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും കറക്റ്റായിട്ട് പറയാനറിയില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലുണ്ട്, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ടൈമിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ഓണം കൂടി ആയതിൻ്റെ പേരിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഓണത്തിന് ജോസ് ആലുക്കാസ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ പൊന്നും പുടവയെന്ന് പറഞ്ഞിട്ടൊരു ഓഫറുണ്ട്. അതായത് നമ്മൾ എത്ര ചെറിയ എമൗണ്ടിന് പർച്ചേസ് ചെയ്താലും വലിയ എമൗണ്ടിന് പർച്ചേസ് ചെയ്താലും കൂടെ തന്നെ ഒരു കൂപ്പൺ വൗച്ചർ കിട്ടും നമുക്ക്. അപ്പോൾ ആ കൂപ്പൺ വൗച്ചർ നമ്മുടെ കേരളത്തിലെ എവിടെയുള്ള ജോസ് ആലുക്കാസിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ ഈ കൂപ്പൺ വൗച്ചർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങുന്ന ഡ്രസ്സിന് അതിലുണ്ടാകുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, അത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് തരും. അങ്ങനത്തെയാണ് ആ പൊന്നും പുടവയും എന്നുള്ള ഡിസ്കൗണ്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത്, ഏത് ഗോൾഡ് നമ്മൾ എടുത്താലും ഗോൾഡിന് 35% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് ഡയമണ്ടും അതുപോലെ തന്നെ അവർ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. 20% ആണ്, 20% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമ്മുടെ ഷമീസ് കിച്ചൻ്റെ വ്യൂസിന് അവർ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഗോൾഡ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു അഷ്വറായിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ചെറിയൊരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ആ കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഷമീസ് കിച്ചൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നതാണെന്ന് ബില്ലിംഗ് ടൈമിൽ ഒന്ന് പറഞ്ഞാലും മതിയാവും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ ഷമീസ് കിച്ചൻ്റെ വ്യൂസിന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഈ ഡിസ്കൗണ്ടും ഈ പൊന്നും പുടവയെന്ന് പറഞ്ഞ ഓഫറൊക്കെ അത് നമ്മൾ ആര് പോയാലും, ഇപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലൊക്കെ കിട്ടുന്നതാണ് ഈ ഡിസ്കൗണ്ടും ഓഫറും എല്ലാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഗോൾഡ് വാങ്ങാനായിട്ട് ജോസ് ആലുക്കാസിലേക്ക് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ ഷമീസ് കിച്ചൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് ബില്ലിംഗ് ടൈമിലൊന്ന് പറഞ്ഞേക്കണേ. അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ, അതിൻ്റെ പേരിലാണ്.
ഈ ഗോൾഡിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നതിന് ശേഷം നമ്മുടെ ഡയമണ്ട് സെക്ഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗോൾഡ് ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനതെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ. എല്ലാം കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അതിൻ്റെ പേരിലാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഡയമണ്ട് കളക്ഷൻസിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് മാജിക്കൽ നെക്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നെക്ലസ് ആയിട്ട് ഇടാം, അല്ലാതെ നമുക്ക് ലോക്കറ്റ് ആയിട്ട് ആ ചെയിൻ ഇടാൻ പറ്റും. എനിക്ക് അങ്ങനെ ലോക്കറ്റ് ആയിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഞാനിപ്പോൾ ഈ ഷോപ്പിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് റിംഗ് ആണ്. അത് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റിംഗ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പിറന്നാളിന് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു റിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ കയ്യിൽ അണിഞ്ഞപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഈ റിംഗ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ റിംഗ്? ചെറിയ ഒരു റിങ് എടുക്കാനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം വേറെ കുറച്ച് പ്ലാൻസൊക്കെയാണ് വെച്ചിരുന്നത്. അതൊക്കെ മാറിയിട്ട് ഫുള്ള് വ്ളോഗ് ഇപ്പോൾ ഇതായിട്ടാണ് മാറിയിട്ടുള്ളത്. എന്നാലും ഒരുപാട് സന്തോഷമുള്ള കാര്യം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ. അതുപോലെ തന്നെ നമ്മൾ എടുത്ത റിങ്ങിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടി. അതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ, നമ്മൾ പിറന്നാളിന് എടുത്തതല്ലേ. അപ്പോൾ അത് വലിയ സന്തോഷമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ റിങ് എനിക്ക് തന്നത് അവിടുത്തെ മാനേജറായിരുന്നു. അതും വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ എനിക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും എൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടി. വലിയ സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത്. എന്നെ പരിചയമില്ലാത്ത ഒരുപാട് പുതിയ കൂട്ടുകാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് കൂടി അറിയിക്കുകയാണ്. പിന്നെ എന്താണ്, ഇനി നേരെ വീട്ടിലേക്ക് പോയാണ്. വേറെ ഒരിടത്തും കയറാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇപ്പം തന്നെ സമയം ഒരുപാട് കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഇവിടെ നടന്ന വ്ളോഗിൻ്റെ വിശേഷങ്ങളൊക്കെ ഉമ്മായിട്ടൊന്ന് പറയണം. വേറെ ഒന്നുമില്ല. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.